ലക്ഷക്കണക്കിന് ജീവനുകൾ നഷ്ടമായി, ദശലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി. എന്നിട്ടും റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതിനിടെയാണ് രണ്ട് വലിയ വാർത്തകൾ പുറത്തുവരുന്നത്. ഒന്ന്, 2026 മാത്രം 700 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം റഷ്യയിൽ നിന്ന് തിരിച്ചു പിടിച്ചുവന്ന യുക്രൈൻ സൈന്യത്തിന്റെ വാദം. രണ്ട്, ആ മുന്നേറ്റത്തിനിടയിലും യുക്രൈൻ സൈനിക മേധാവിയെ മാറ്റി പുതിയ കമാൻഡറെ നിയമിച്ചു എന്നത്. യുദ്ധത്തിൽ ഇത്രയും വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് തലപ്പത്ത് ഇത്രയും വലിയൊരു അഴിച്ചുപണി? എന്താണ് യുക്രൈനിൽ നടക്കുന്നത്? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഈ വർഷം മാത്രം 700 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം റഷ്യയിൽ നിന്ന് തിരിച്ചു പിടിച്ചുവെന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത്. സംഖ്യ കേൾക്കുമ്പോൾ ചെറുതായി തോന്നാം, പക്ഷേ ഇത് 100 കണക്കിന് ഗ്രാമങ്ങളും പ്രധാന സൈനിക മേഖലകളും ഉൾപ്പെടുന്ന വലിയ ഭൂപ്രദേശമാണ്. നേരിയ അളവിലെങ്കിലും മേൽക്കൈ നേടാൻ യുക്രൈന് കഴിയുന്നുവെന്ന സന്ദേശം കൂടിയാണിത്. എന്നാൽ ഈ അവകാശവാദങ്ങൾക്കിടയിലും സെലൻസ്കി യുക്രൈന്റെ കമാൻഡർ ഇൻ ചീഫായ ഒലക്സാണ്ടർ സിർസ്കിയെ മാറ്റിയത് എന്തിനാകും? പ്രതിരോധ മന്ത്രിയെ പുറത്താക്കിയതിന് പിന്നാലെയാണ് യുക്രൈനിന്റെ സൈനിക മേധാവി ഒലക്സാണ്ടർ സിർസ്കിയെയും പുറത്താക്കിയിരിക്കുന്നത്. യുക്രൈനിൽ വളരെ ജനപിന്തുണയുള്ള മിഖൈലോ ഫെഡറോവിനെ സെലൻസ്കി പുറത്താക്കിയതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. അതിനിടെയാണ് സൈനിക മേധാവിയെയും പുറത്താക്കുന്നത്. ജനറൽ മിഖൈലോ ദ്രബദിയാണ് യുക്രൈന്റെ പുതിയ സൈനിക മേധാവി. ഒരു രാജ്യം യുദ്ധത്തിന്റെ നടുവിൽ സ്വന്തം സൈനിക മേധാവിയെ മാറ്റുന്നത് അത്ര ചെറിയ കാര്യമല്ല. അപ്പോൾ എന്തുകൊണ്ടാകും ഈ തീരുമാനം? പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പ്രതിരോധ മന്ത്രാലയവും സൈനിക നേതൃത്വവും തമ്മിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നുവെന്നാണ് സൂചന. റഷ്യയുടെ മുന്നേറ്റം തടയുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമോ അതോ കൂടുതൽ ആക്രമണാത്മകമായ തന്ത്രങ്ങളിലേക്ക് മാറണമോ എന്ന ചർച്ചകളും ശക്തമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ നേതൃത്വത്തെ കൊണ്ടുവരാൻ സെലൻസ്കി തീരുമാനിച്ചതെന്നാണ് വിലയിരുത്തൽ. ആരാണ് മിഖൈലോ ദ്രബദി? 2014 റഷ്യൻ പിന്തുണയുള്ള സായുധ വിഭാഗങ്ങൾക്കെതിരായ പോരാട്ടത്തിലൂടെയാണ് മിഖൈലോ ദ്രബദി ആദ്യമായി അന്തർദേശീയ ശ്രദ്ധ നേടുന്നത്. പിന്നീട് ഖാർക്കീവ് മേഖലയിലെ നിർണായക പ്രത്യാക്രമണങ്ങൾ ഉൾപ്പെടെ കിഴക്കൻ യുക്രൈനിലെ നിരവധി സൈനിക ഓപ്പറേഷനുകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. അതിവേഗ നീക്കങ്ങൾക്കും ആധുനിക യുദ്ധതന്ത്രങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന സൈന്യത്തിനുള്ളിലെ തന്നെ പുതിയ തലമുറ കമാൻഡർ എന്ന പേരുള്ളയാളാണ് ദ്രബദി. സ്ഥാനമൊഴിയുന്ന സൈനിക മേധാവി ഒലക്സാണ്ടർ സിർസ്കി തന്റെ പിൻഗാമിക്ക് ആത്മവിശ്വാസം പകരുന്ന സന്ദേശമാണ് നൽകിയത്. 2 വർഷം മുൻപ് പ്രതിരോധത്തിലായിരുന്ന നമ്മുടെ സൈന്യം ഇന്ന് ശക്തമായ പ്രത്യാക്രമണത്തിലാണ്. മുന്നേറ്റം തുടരുന്ന ഒരു സൈന്യത്തെയാണ് ഞാൻ എൻ്റെ പിൻഗാമിക്ക് കൈമാറുന്നത്. ഇതായിരുന്നു സിർസ്കിയുടെ വാക്കുകൾ. അതേസമയം റഷ്യൻ അധിനിവേശത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ തലസ്ഥാനമായ കീവ് സംരക്ഷിക്കുന്നതിൽ സിർസ്കി വഹിച്ച നിർണായക പങ്കിനെ പ്രശംസിച്ച പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തി. പുതിയ കമാൻഡർ ഇൻ ചീഫായി ചുമതലയേറ്റ മിഖൈലോ ദ്രബദി രാജ്യത്തിനായി പോരാടുന്ന ഓരോ സൈനികന്റെയും ത്യാഗത്തെ ബഹുമാനിച്ചുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്വത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വ്യക്തമാക്കി. നിയമനത്തെ സ്വാഗതം ചെയ്ത മുൻ പ്രതിരോധ മന്ത്രി മിഖൈലോ ഫെഡറോവ് സ്വാതന്ത്ര്യത്തിനും നീതിക്കും വേണ്ടിയുള്ള യുക്രൈന്റെ പോരാട്ടത്തിന് ഇത് പുതിയ പ്രതീക്ഷ നൽകുന്ന തീരുമാനമെന്നാണ് പ്രതികരിച്ചത്. അതേസമയം യുക്രൈന്റെ വെല്ലുവിളി റഷ്യ മാത്രമല്ല. 4 വർഷത്തിലേറെ നീണ്ട യുദ്ധം രാജ്യത്തിന്റെ മനുഷ്യവിഭവശേഷിയെ വലിയ തോതിൽ തകർത്തിരിക്കുകയാണ്. 10,000 സൈനികരെ രാജ്യം നഷ്ടപ്പെടുത്തി. പുതിയ സൈനികരെ കണ്ടെത്തുന്നതും പരിശീലിപ്പിക്കുന്നതും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. മറുവശത്ത് റഷ്യ കൂടുതൽ സൈനികരെയും ആയുധങ്ങളെയും യുദ്ധഭൂമിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ 700 ചതുരശ്ര കിലോമീറ്റർ തിരിച്ചുപിടിച്ചത് യുക്രൈൻ ആത്മവിശ്വാസം നൽകുന്ന നേട്ടമാണെങ്കിലും യുദ്ധം അവസാനത്തിലേക്ക് എത്തിയെന്നതിന്റെ സൂചനയല്ല. മറിച്ച് യുദ്ധം കൂടുതൽ നിർണായകവും അപകടകരവുമായ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നതിന്റെ മുന്നറിയിപ്പാണ് അതെന്ന് വേണം മനസ്സിലാക്കാൻ.